ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദേവീസ് ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ കറിവേപ്പില. പക്ഷേ ഈ കഠിനമായ വേനൽക്കാലം തുടങ്ങുന്നതോടെ പലരുടെയും പരാതിയാണ് എൻ്റെ കറിവേപ്പ് ഉണങ്ങിപ്പോകുന്നു, ഇലകൾ മഞ്ഞ നിറാൻ വരുന്നു, പുതിയ തളിരുകൾ വരുന്നില്ല, പിന്നെ ചെറിയ പുഴുക്കൾ, പ്രാണികൾ അങ്ങനെ മുരടിച്ച് നിൽക്കാന്നൊക്കെ. സത്യത്തിൽ വേനൽക്കാലത്ത് കറിവേപ്പിന് അല്പം കൂടുതൽ ശ്രദ്ധയോ സ്നേഹമോ കൊടുത്താൽ മറ്റേതൊരു കാലത്തേക്കാളും ഭംഗിയായി നമുക്കതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന ചെറിയ തെറ്റുകളാണ് ചെടി നശിച്ചു പോകാനുള്ള കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വേനൽക്കാലത്ത് കറിവേപ്പില തഴച്ചു വളരാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു വളവും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ചെടി വളർത്തിയിട്ട് ഒരു രീതിയിലും പിടിച്ചു വരുന്നില്ല, അതായത് നല്ല രീതിയിൽ ഉഷാറായിട്ട് നിൽക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തളർത്ത് വരികയും ചെയ്യും. നമ്മുടെ ഈ ഇലകളിൽ ഒരു കേടുപാടൊന്നും ഉണ്ടാവില്ല, പുഴുക്കൾ ശല്യം ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ് ഇലകളോടുകൂടി വളരുന്ന രീതിയിൽ നമുക്ക് ഈ വളം തയ്യാറാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ കറിവേപ്പ് വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുമ്പോൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കറിവേപ്പില വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം നനയ്ക്കേണ്ട രീതിയാണ് കേട്ടോ. വെറുതെ കുറച്ച് വെള്ളം കൊഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് കാര്യമായില്ല. സൂര്യോദയത്തിന് മുൻപോ അല്ലെങ്കിൽ വൈകുന്നേരം വെയിൽ ആറിയ ശേഷമോ മാത്രം നനയ്ക്കുക. ഉച്ച സമയത്ത് ഒരിക്കലും നമ്മുടെ ചെടി നനച്ചു കൊടുക്കരുത്, അത് വേരുകളൊക്കെ ചെയ്യാനായിട്ട് കാരണമാകും. പിന്നെ ചെടിയുടെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിക്കാതെ ഇലകൾക്ക് നന്നായിട്ട് കഴുകുന്ന രീതിയിൽ സ്പ്രേ ചെയ്യുക. നന്നായിട്ട് തളിച്ച് നമുക്ക് ഓസൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നല്ല രീതിയിൽ ഇലകളിലേക്ക് നല്ലോണം വീഴുന്ന രീതിയിൽ അടിച്ചിങ്ങനെ ഒഴിക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് അന്തരീക്ഷത്തിൽ ചൂട് കുറയ്ക്കാനും ഇലകളിലെ സുഷിരങ്ങൾ തുറന്ന് ചിടയ്ക്ക് നന്നായിട്ട് ശ്വസിക്കാനൊക്കെ സഹായിക്കും. പിന്നെ മണ്ണിൽ തണുപ്പ് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വേനലിൽ മണ്ണ് പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് കറിവേപ്പിന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചെടിയുടെ ചുവട്ടിൽ 2-3 ഇഞ്ച് കനത്തിൽ കരിയിലകളോ ചകിരിച്ചോറോ ചകിരിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അത് പൊതയിട്ടൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് പഴയ ഇലകളൊക്കെ ഉണ്ടെങ്കിലും മുറ്റത്തെ ഇലകളൊക്കെ തൂത്ത് വരുന്ന സമയത്തൊക്കെ അത് പൊതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നേരിട്ടുള്ള വെയിലും മണ്ണിലടിക്കുന്നത് തടയുകയും ഈർപ്പം നിലനിർത്തുകയൊക്കെ ചെയ്യും. ഇത് ചെയ്യുന്നതിലൂടെ നനയ്ക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഓവറായിട്ട് നമ്മൾ വെള്ളം കൊടുക്കലും ആ നനവ് അവിടെ നിന്നോളും. പിന്നെ തണലൊരുക്കണം ചെടിക്ക്. കറിവേപ്പിന് വെയിൽ ഇഷ്ടമാണെങ്കിലും ഉച്ച കഴിഞ്ഞൊരു കഠിനമായ ചെടിയെ തളർത്തും. പക്ഷേ നമുക്ക് ചെടിക്ക് മെയിനായിട്ട് വേണ്ട സൂര്യപ്രകാശമാണ് കേട്ടോ. ചെറിയ ചെടിയാണെങ്കിൽ ഗ്രീൻ നെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ചെടികളിലെ തണലിലോ മാറ്റി വയ്ക്കാൻ. തറയിൽ നിൽക്കുന്ന വലിയ മരമാണെങ്കിൽ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തുകയെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേനലൊരിക്കലും കടുത്ത രാസവളങ്ങൾ നമ്മൾ കൊടുക്കരുത്. ഇത് ചെടി കരിഞ്ഞു പോകാനുള്ള കാരണമാകും. അതുകൊണ്ട് നമ്മൾ കറിവേപ്പ് വളരാൻ വേണ്ടിയിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രാസവളങ്ങൾ, കഠിനമായിട്ടുള്ള വളങ്ങളൊന്നും നമ്മൾ ചെടിക്കിട്ട് കൊടുക്കരുത്. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ, ഹോം മെയ്ഡായിട്ടുള്ള ഫെർട്ടിലൈസർ എപ്പോഴും വീട്ടിലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് പച്ചക്കറിയുടെ വേസ്റ്റ് കഞ്ഞിവെള്ളം കട്ടിക്കൊക്കെ കൊണ്ടൊഴിക്കും. അത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ കട്ടിയൊക്കെയായിട്ട് കഞ്ഞിവെള്ളം ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ചെടിയുടെ ചോട്ടിൽ കൊണ്ട് ഒഴിക്കരുത്. കറിവേപ്പിൻ്റെ ചോട്ടിൽ അങ്ങനെ ഒഴിക്കുമ്പോൾ അത് അതിൻ്റെ പുളിപ്പും അതിൽ പുഴുക്കളും പ്രാണികളൊക്കെ വന്ന് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലകളിൽ വന്നിരിക്കും. പിന്നെ ഇലകളിൽ പല രോഗങ്ങൾ വരും, നമ്മുടെ വേരിന് ക്ഷതം സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ വെറുതെ ഒഴിക്കുകയാണെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് നീട്ടി നമ്മുടേക്ക് കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും കട്ടിക്കായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. പിന്നെ പല രീതിയിലുള്ള പച്ചക്കറി വേസ്റ്റ് കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. നിങ്ങൾ കറിവേപ്പിൻ്റെ ഉള്ള പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒന്നെങ്കിൽ നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം നല്ല രീതിയിൽ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് അത് അരച്ചിട്ട് അത് കലക്കി അരിച്ച് നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാം. അല്ലെങ്കിൽ പച്ചക്കറി ഇതുപോലെ നമുക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് കിട്ടുന്ന പച്ചക്കറികളെല്ലാം നമ്മൾക്ക് സവാളത്തുണ്ട് ഏത് പച്ചക്കറിയുടെ സാധനങ്ങളാണെങ്കിലും കഞ്ഞിവെള്ളത്തിലിട്ട് 2 ദിവസം പുളിപ്പിച്ച ശേഷം അത് നന്നായിട്ട് ഞെരടിയിട്ട് അത് അരിച്ച് അതിന് ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് നമുക്ക് കറിവേപ്പിന് ഒഴിക്കാം. ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ പച്ചച്ചാണകം വെറുതെ ഉണ്ണിടാനോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റ് വെറുതെ ഇടാനോ കഞ്ഞിവെള്ളം കട്ടിക്ക് വെറുതെ ഇടുന്നോ അങ്ങനെ ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ ചിലവർ മീൻ വെള്ളം ഇറച്ചിയുടെ വെള്ളമൊക്കെ വെറുതെ കൊണ്ടുവന്ന് അങ്ങനെ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഒഴിക്കരുത്. മീൻ വെള്ളവും ഇറച്ചി വെള്ളമൊക്കെ ചെടിക്ക് നല്ലതാണ്. പക്ഷേ നമ്മളിങ്ങനെ തിക്കായിട്ട് ഒഴിക്കുമ്പോൾ പല രീതിയിലുള്ള അണുക്കളും പ്രാണികളൊക്കെ വന്നിരിക്കും. നമ്മളിത് കഴിക്കുന്ന സാധനമാണല്ലോ, നമ്മൾ ആഹാരത്തിലൂടെ കറിവേപ്പ് അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ അത്ര ശുദ്ധമായിട്ട് തന്നെ വളർത്തേണ്ട ഒരു ചെടിയാണ്. നമ്മൾ മീനിൻ്റെ വെള്ളവും ഇറച്ചി വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് അത് നേർപ്പിച്ച് അത് അരിച്ച് എപ്പോഴും നല്ല നീട്ടി നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രാവിലെ ഒഴിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം 2-3 ദിവസം ഒരു പാത്രത്തിൽ വെച്ച് പുളിപ്പിക്കുക. ഇതിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ആഴ്ചയിൽ ഇടിച്ച് കൊടുക്കുന്നതൊക്കെ നമുക്ക് ചെടി നന്നായിട്ട്
നല്ല രീതിയിൽ തളർത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലെ നൈട്രജൻ ഇലകൾക്ക് നല്ല പച്ചപ്പും കരുത്തര തരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ പുളിപ്പിച്ച മോരും കായവും ഇതിൻ്റെ കറിവേപ്പിൻ്റെ ഒരു എനർജി ഡ്രിങ്കാണ്. നല്ല പുളിച്ച മോരിലേക്ക് അല്പം കായം കലക്കി ഇലകളിലേക്ക് തളിച്ചു കൊടുക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതൊക്കെ ഇലകൾക്ക് നല്ല മണം നൽകാനും കീടങ്ങളെ അകറ്റാനൊക്കെ സഹായിക്കും. പിന്നെ കീടനിയന്ത്രണം പലരുടെയും കറിവേപ്പില വരുന്നതാണ് പുള്ളിക്കുത്ത്, ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ. അപ്പോൾ അതിന് ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് വേപ്പെണ്ണ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. വൈകുന്നേരങ്ങളിൽ തളിക്കുക കേട്ടോ. ഇലകളുടെ അടിഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് നനയ്ക്കണം. എല്ലാ ഇലകളുടെ അടിയിലായിരിക്കും ഈ കുഞ്ഞു ഇലകൾ ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കാം. ഇപ്പം നമുക്ക് നല്ല രീതിയിൽ കറിവേപ്പ് തഴച്ച് വളരാനായിട്ടൊരു വളം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് വേണ്ടത് നല്ല ചോറാണ്. നമുക്ക് തലേ ദിവസത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അതിനകത്തേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കട്ട തൈര് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കായമാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ള കായം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടിയായാലും മതി. ഇതെല്ലാവരും കൂടി നന്നായിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 2-3 ദിവസം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത് ഒന്ന് പുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇത് കറിവേപ്പ്, ഒട്ടും വളരാത്ത കറിവേപ്പിന് നിങ്ങളിത് ഒഴിച്ചു കൊടുത്ത് നോക്ക്. അത്യാവശ്യം നന്നായിട്ട് തഴച്ചു വളരും, ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത്. ഈ ചൂട് സമയത്ത് ഇങ്ങനൊരു വളം ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ കറിവേപ്പ് തഴച്ചു വളരും കേട്ടോ. ഒഴിക്കുന്ന സമയത്ത് ഒരിക്കലും കട്ടിയായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. എപ്പോഴും കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അരിച്ചിട്ട് നേർപ്പിച്ചിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കണം, നല്ലതാണ്. അല്ലെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ തളിച്ചു കൊടുത്താലും ഇലകൾ പെട്ടെന്ന് വരാനും ഇലകളിലെ ചെറിയ ചെറിയ പ്രാണികളും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പോകാൻ കായും ഈ വെളുത്തുള്ളിയൊക്കെ നല്ലതാണ്. നമുക്ക് ഇത് കരുത്ത് തരാനായിട്ട് കറിവേപ്പിന്. അപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാണെങ്കിൽ തന്നെ അത് മാറിക്കോളും. അപ്പോൾ നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് ഈ ചെടി വളരണമെങ്കിൽ ഈ ഒരു വളം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കിയാൽ ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ കറിവേപ്പിൻ്റെ വേനലിൽ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ചെറിയ കറിവേപ്പിൻ്റെ ചെയ്തിടുന്ന സമയത്ത് ഒരു 6-7 മാസം പ്രായമാവാതെ ഇല എടുക്കരുത്. ഇല എടുത്താൽ തന്നെ അത് നമ്മൾ മുറിച്ച് എടുക്കണം. ഇപ്പം നമ്മുടെ ഈ വലിയ അത്യാവശ്യം നമ്മൾ ഡെയിലി യൂസിന് എടുക്കുന്ന കറിവേപ്പിൻ്റെ ചെടിയാണെങ്കിൽ തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് കത്രി വെച്ച് കട്ട് ചെയ്തോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഒടിച്ചോ എടുക്കുക. എന്നാലാണ് പുതിയ കമ്പുകൾ പിന്നെയും പൊടിച്ചു വരുള്ളൂ. പിന്നെ ഒരിക്കലും ഈ ഉണ്ടായി നിൽക്കുന്ന പൂക്കളെല്ലാം ഇങ്ങനെ വെക്കരുത്. ഈ പൂക്കളെല്ലാം നമ്മൾ പറിച്ച് കളയണം. കാരണം പൂക്കൾ ഉണ്ടാകുന്നതനുസരിച്ച് ചെടിയുടെ ആ ഒരു മുരടിപ്പിലോട്ട് പോകാനുള്ള കൂടുതലുണ്ട്. അതുകൊണ്ട് കായ വരാൻ നോക്കണ്ട. അതിന് മുന്നേ തന്നെ നമ്മുടെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ പൊക്കത്തിൽ നിൽക്കുന്ന കറിവേപ്പണെങ്കിൽ ആ പൂ ആ ഒരു അതെല്ലാം ഒന്ന് നുള്ളി കളയാട്ടോ പൂക്കളെല്ലാം. അപ്പോൾ പെട്ടെന്ന് നല്ല തളിർത്ത് വന്നോളും. പിന്നെ വളങ്ങൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളൊക്കെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെടി നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഈ ചൂട് സമയമായതുകൊണ്ട് അത്യാവശ്യം തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. തണുത്ത കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് രാസവളങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു ചൂട് സമയത്ത് വേനൽക്കാലത്ത് ഒഴിവാക്കുക. അതുപോലെ നമ്മൾ മീനൊക്കെ വെട്ടുന്നതും ചിക്കനൊക്കെ ബീഫൊക്കെ കഴുകുന്ന വെള്ളമൊക്കെ കളയണ്ട. അത് നമ്മൾ ഓവറായിട്ട് കട്ടിയായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ചെടിക്ക് ദോഷം. പക്ഷേ നമുക്ക് അത് ഇരട്ടി വെള്ളമൊക്കെ ഒഴിച്ച് നേർപ്പിച്ച് നല്ല വൃത്തിയായിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ ചെടി നല്ല കരുത്തോടെയൊക്കെ വളരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. വേനൽക്കാലത്ത് നമുക്ക് കറിവേപ്പില ഉണങ്ങി പോകുന്നതൊക്കെ കണ്ട് ആരും വിഷമിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ചുട്ടിൽ പൊതയിടുക, ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള വളങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കറിവേപ്പില നല്ല രീതിയിൽ തന്നെ നല്ല തളിരിലോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ അടുക്കളത്തോട്ടിൽ ദിവസവും വേണ്ട ഒന്നായതുകൊണ്ട് തന്നെ വിഷമില്ലാത്ത കറിവേപ്പില വീട്ടിൽ വളർത്തുക എന്നത് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ ഈ ടിപ്സൊക്കെ പരീക്ഷ നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് നമുക്ക് പുതിയ വീഡിയോ കാണാതിരിക്കും. താങ്ക് യു സോ മച്ച്.